Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. നോക്കൂ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. അത് മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏത് ചോദ്യവും നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു വരുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ് സർ. സോ ഇതാണ് ചോദ്യം. The story of the young boy searching for a mysterious house his mother had described is a thrilling one. ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. റീടെൽ ദ ഇവന്റ്സ് ഇൻ യുവർ ഓൺ വേർഡ്. നിങ്ങളുടെ വാക്കുകളിൽ ഈ ഇൻസിഡൻസിനെ എന്ത് ചെയ്യുക, റീടെൽ ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. സോ ലെറ്റ്സ് ബിഗിൻ. ഫോക്കസ് ചെയ്താൽ മതി. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കും. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. On a cold, rainy Saturday, a little boy was feeling very bored. ഒരു ചെറിയ ആൺകുട്ടിയാണ് നമ്മുടെ കഥയിലെ പ്രോട്ടഗോണിസ്റ്റ്, പ്രധാന കഥാപാത്രം. And he was feeling very bored. Even though his mother suggested reading, drawing or playing, he had already tried everything. അല്ലെ, അമ്മ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നീ പോയിട്ട് ഡ്രോ ചെയ്തോളൂ, അല്ലെങ്കിൽ കളിച്ചോളൂ, വായിച്ചോളൂ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അവൻ ഓൾറെഡി എന്താണ് ചെയ്തതാണ്. ആൻഡ് ഹി ഫെൽറ്റ് റെസ്റ്റ്ലെസ്. അല്ലെ, വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലാണ്, റെസ്റ്റ്ലെസ് ആണ്. Seeing how frustrated he was, his mother remembered a time when she felt the same way as a child. So തന്റെ മകൻ ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയി, ഫ്രസ്ട്രേറ്റഡ് ആയി, ബോറടിച്ചിരിക്കുന്ന സമയത്ത് ആ അമ്മ തന്റെ കുട്ടിക്കാലത്ത് ഞാനും ഇതുപോലെ എന്താ പറയുക, ഫ്രസ്ട്രേറ്റഡ് ആയി ബോറടിച്ചിരുന്ന ഒരു സമയം ആലോചിക്കുകയാണ് അമ്മ കുട്ടിയായിരിക്കുന്ന കാലത്ത്. She told him about a mysterious house. അങ്ങനെ അവനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അമ്മ ഒരു മിസ്റ്റീരിയസ് ഹൗസിനെ കുറിച്ച്, ഒരു നിഗൂഢമായ വീടിനെ കുറിച്ച് മകനോട് പറഞ്ഞു. Her own mother once sent her to find. ഇത് അമ്മയുടെ, അതായത് ഈ ലിറ്റിൽ ബോയുടെ അമ്മയുടെ അമ്മ ഒരിക്കൽ ഈ മിസ്റ്റീരിയസ് ഹൗസ് കണ്ടെത്താൻ വേണ്ടി ലിറ്റിൽ ബോയുടെ അമ്മ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞയച്ചിട്ടുണ്ട്. ആ മിസ്റ്റീരിയസ് ഹൗസിനെ കുറിച്ച് പറഞ്ഞു. സോ ഇത് കേട്ടപ്പോൾ നമ്മുടെ കുട്ടി എന്താവുകയാണ്, എക്സൈറ്റഡ് ആവുകയാണ്, ക്യൂരിയസ് ആവുകയാണ്. എങ്ങനെയാണ് ആ വീട് നോക്കിക്കോളെ. A small round red house with no windows, no doors, a chimney on top and a star in the middle. അങ്ങനെ ഒരു വീട്. എങ്ങനെ ഒരു വീട്? A small round red house with no windows. അതിന് ജനാലകളില്ല, no doors, വാതിലുകളില്ല. പിന്നെയോ അതിന്റെ മുകളിൽ ചിമ്മിനി ഉണ്ട്, ഒരു പുകക്കുഴലുണ്ട്. ആൻഡ് അതിന്റെ ഒത്ത നടുക്ക് ഒരു സ്റ്റാർ, ഒരു നക്ഷത്രമുണ്ട് എന്ന് പറയുന്നു. ക്യൂരിയസ്, എക്സൈറ്റഡ്, വളരെ ക്യൂരിയസ് ആയി, വളരെ ആകാംക്ഷഭരിതനായിട്ട് ദ ബോയ് ഡിസൈഡഡ് ടു സെർച്ച് ഫോർ ദിസ് സ്ട്രേഞ്ച് ഹൗസ്. നമ്മുടെ കുട്ടി ഈ സ്ട്രേഞ്ച് ഹൗസ് തപ്പി നടക്കുകയാണ്. He put on his raincoat ധരിച്ചു, put on to wear, ധരിക്കുക, and started walking around the neighborhood. തന്റെ നെയ്ബർഹുഡിലൂടെ, അയൽപ്പക്കത്തൂടെ അവൻ ഈ വീടും അന്വേഷിച്ച് നടക്കാൻ വേണ്ടി തുടങ്ങി. He looked at every house on his street but didn't find one that looked like the description. അവൻ ഒരുപാട് വീടുകൾ എന്ത് ചെയ്തു നോക്കി, അല്ലെങ്കിൽ അവിടുത്തെ മുഴുവൻ വീടുകളെയും പറ്റി അന്വേഷിച്ചു. പക്ഷേ ഈ ഡിസ്ക്രിപ്ഷനിൽ, അമ്മയുടെ വിവരണത്തിൽ പറയുന്ന ഇതുപോലൊരു വീട് അവന് കണ്ടെത്താൻ വേണ്ടി പറ്റിയില്ല. Even a mail carrier and a police officer who knew the area well couldn't help him find it. അല്ലെ, അവൻ ഇങ്ങനെ പോകുന്ന സമയത്ത് അവനൊരു മെയിൽ കാരിയറോടും ഒരു പോലീസ് ഓഫീസറോടും ഒക്കെ ഈ വീടിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഈ ഏരിയ നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ്. പക്ഷെ ഈവൻ they couldn't help him. അല്ലെ, അവർക്ക് പോലും അവനെ സഹായിക്കാൻ പറ്റിയില്ല. Finally, the boy decided to ask Mr. Fetzer. അങ്ങനെ ഒരുപാട് അന്വേഷിച്ച അവസാനം കുട്ടി എന്ത് തീരുമാനിച്ചു, ഞാൻ മിസ്റ്റർ ഫെറ്റ്സറോട് പോയിട്ട് ഒന്ന് അന്വേഷിച്ചേക്കാം. ആരാണ് മിസ്റ്റർ ഫെറ്റ്സർ? The old farmer who had lived in the neighborhood longer than anyone. അല്ലെ, ആ അയൽപ്പക്കത്ത്, ആ നെയ്ബർഹുഡില് മറ്റാരേക്കാളും അധികം താമസിച്ച അവിടുത്തെ ഒരു വൃദ്ധനായ ഫാമറാണ് മിസ്റ്റർ ഫെറ്റ്സർ എന്ന് പറയുന്നത്. Mr. Fetzer smiled and told the boy to go to his apple orchard. അല്ലെ, സോ മിസ്റ്റർ ഫെറ്റ്സറിനോട് കാര്യം പറഞ്ഞപ്പോൾ മിസ്റ്റർ ഫെറ്റ്സർ ഒന്ന് ചിരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നീ ഓടിപ്പോയിട്ട് എന്റെ ആപ്പിൾ ഓർച്ചാർഡിൽ പോകും, എന്റെ ആപ്പിൾ തോട്ടത്തിലേക്ക് പോകും. The boy hurried to the orchard. അല്ലെ, ബോയ് ആ പഴത്തോട്ടത്തിലേക്ക്, ഓർച്ചാർഡിലേക്ക് വേഗത്തിൽ പോയി. And a strong wind blew a red apple off a tree. ആ സമയത്ത് ഒരു വലിയ കാറ്റടിച്ചിട്ട് ഒരു റെഡ് ആപ്പിൾ, ഒരു ചുവന്ന തുടുത്ത ആപ്പിൾ താഴേക്ക് വീഴുന്നു. He picked it up and realized. അവൻ ആ ആപ്പിൾ എടുത്തു. അപ്പോഴാണ് അവൻ റിയലൈസ് ചെയ്തത്, തിരിച്ചറിയുന്നത്, എന്താ, ഹൗസ്. അതാണ് അമ്മ പറഞ്ഞ ഹൗസ്. നോക്കൂ, he had been looking for. അവൻ ഇത്രയും കാലം സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന, അല്ലെ, എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ്, നോ ഡോസ്, എ ചിമ്മിനി ഓൺ ദ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ. ആ ആപ്പിളിനെ കുറിച്ചാണ് പറഞ്ഞത് എന്നവന് മനസ്സിലായി. നോക്കൂ, വെൻ ഹി ബ്രോട്ട് ദ ആപ്പിൾ ഹോം, ആപ്പിൾ വീട്ടിൽ കൊണ്ടുവന്നപ്പോ ഹിസ് മദർ കട്ട് ഇറ്റ് ഇൻ ഹാഫ് ആൻഡ്
അല്ലെ? അമ്മ അത് രണ്ടാക്കി മുറിച്ചു ആൻഡ് ഫൗണ്ട് ഇൻ ദ എ സ്റ്റാർ ഷേപ്പ് മെയ്ഡ് ബൈ ദ സീഡ്സ് ഇൻസൈഡ്. ആപ്പിളിന് നടുവില് ഒരു സ്റ്റാർ ഷേപ്പ് കാണാൻ പറ്റി, അതാണ് സ്റ്റാർ ഇൻ ദ മിഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, ദ ലിറ്റിൽ ബോയ് വാസ് അമേസ്ഡ്, അല്ലെ? കുട്ടി അത്ഭുതപ്പെടുകയാണ്. എന്താ? ആൻഡ് സോ ദാറ്റ് സംടൈംസ്, ചില സമയങ്ങളിൽ ദ ബെസ്റ്റ് തിങ്സ് ആർ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് us, അല്ലെ? നമ്മൾ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മുടെ നേരെ അടുത്താണ് എന്ന് നമുക്ക് പലപ്പോഴും അറിയണ്ടാവില്ല. അങ്ങനെ അറിഞ്ഞപ്പോൾ കുട്ടിക്ക് വലിയ സന്തോഷമായി. സോ ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ ഈ ചാപ്റ്റർ പഠിച്ച് നിങ്ങൾക്ക് സന്തോഷമായോ? സോ നിങ്ങൾക്ക് സന്തോഷമായെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം. സോ ഐ സീ യു വിത്ത് യെറ്റ് അനദർ വീഡിയോ. ആൻഡ് ഒരു കാര്യം കൂടെ മക്കളെ, ഇന്ന് 6 മണിക്കാണ് നമ്മുടെ മെഗാ മാരത്തൺ. ലൈവിന്റെ ലിങ്ക് താഴെ പിൻ ചെയ്തിട്ടുണ്ടാവും. സോ ഐ സീ യു ദർ. താങ്ക് യു എവ്രിവൺ. I love you.